ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ജപമാലയാണ് കേട്ടോ. അപ്പോൾ ജപമാല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ക്രൈസ്തവർ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന പരിശുദ്ധ മാതാവിൻ്റെ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബീഡ്സ് എല്ലാം വെച്ച് ചെയ്യുന്ന ഒരു മാലയാണ് ഈ ജപമാല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജപമാല എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് കൃത്യം ഇത്ര ബീഡ്സ് ഇത്ര മുത്തുകൾ എന്നുള്ള അളവുണ്ട്. അതായത് 10 ബീഡ്സ് ചേർന്ന് 5 സെറ്റ്, അപ്പം 50 മുത്ത്. അപ്പം അതാണ് അതിൻ്റെ ഒരു ആദ്യത്തെ കണക്ക് കേട്ടോ. പിന്നീട് മാലയുടെ താഴോട്ട് ഒരു 5 മുത്ത്. അപ്പം അതിനൊക്കെ ചില കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളിത് ഗിയർ വെയറിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരു സിൽവർ കളറിലുള്ള ഗിയർ വെയറാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മളത് കുറച്ച് എടുക്കുകയാണ്. ഇത്രയും ഒരു മാലയ്ക്കുള്ള നീളത്തിലുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ കൊരുക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ 10 മുത്ത് ഇടയ്ക്ക് ചെറിയ പഞ്ചാര മണിയും കൂടെ ചേർത്താണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു നീല മുത്താണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. കണ്ടോ? അപ്പോൾ ഈ ഒരു നീല മുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലത്തെ നീല കളറിലുള്ള തന്നെ കുറച്ച് ഷുഗർ ബീഡ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളായിട്ട് എടുത്ത് വെച്ചേക്കുന്നത് ഈ ഒരു ഗിയർ വയർ, പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള അതിൻ്റെ ഒരു 55 മുത്താണ് കേട്ടോ. ഈ ഒരു നീല കളറാണ് കേട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്ന ഇതുപോലത്തെ ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. അത് നീലയാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ യേശുപ്പാടെ ഒരു കുരിശാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇതെല്ലാം നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള നമ്മുടെ ഒരു വൈറ്റ് കളറിലുള്ള ഈ ഒരു 3 മണിയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അത് നമ്മൾ ഒരു സൈഡിലൊന്ന് കെട്ടിയിട്ട് തുടങ്ങാമേ. ഓക്കെ. ഇത് നമ്മൾ 10 മുത്താണ് ഇടേണ്ടത്. അപ്പം ആദ്യം നമ്മൾ നീലയുടെ വലിയ മുത്താണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു നീല മുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു 5 ഷുഗർ ബീഡ്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇച്ചിരി വലിയ ഷുഗർ ബീഡാണ് കേട്ടോ. കണ്ടോ? പിന്നെ നമ്മൾ വീണ്ടും നീല ഈ ഒരു വലിയ ബീഡ് വീണ്ടും ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കാം. അഞ്ച് ഷുഗർ ബീഡ് നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അതുപോലെ നമുക്കിതുപോലെ 10 വലിയ മുത്ത് കൊരുത്ത് കൊടുക്കാം. അല്ല ഇതുപോലെ. അപ്പം ഇങ്ങനെ 10 മുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 10 ഷുഗർ ബീഡ്സ് മാത്രം ഇട്ട് ഇത് ഇച്ചിരി ഒന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു സെറ്റ് മുത്തിനെ. ഓക്കെ. നമുക്കത് ഇങ്ങനെ 10 ഇട്ട് നോക്കാം. അപ്പോൾ 10 പോരാട്ടോ, കുറച്ചും കൂടി ഇട്ട് നോക്കാം. ഈ 10 കൂടി ഇട്ട് നോക്കാം. അപ്പോൾ 20 മുത്തും നമുക്ക് ഇട്ട് നോക്കാം. അപ്പം നമ്മളിതാ 20 ഷുഗർ ബീഡ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ നമുക്ക് 10 മുത്ത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. കണ്ടോ? ഇതുപോലെ നമ്മൾ ചെയ്യാനുണ്ടോ?
അതാ ഇത്രയും നമ്മൾ ഗ്യാപ്പ് 20 മുത്താണ് നമ്മൾ ഗ്യാപ്പ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനി ഓക്കെ. അപ്പോൾ ഇനി നമ്മളിത് ബാക്കി 3 സെറ്റും കൂടെ ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. അപ്പം നമ്മളിത് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്ത് ഇത് ഫിനിഷ് ചെയ്തേക്കുന്നത് കണ്ടോ. 10 മുത്ത് വെച്ച് 5 സെറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് താഴേക്കുള്ള മുത്ത് നമുക്ക് കോർത്ത് കൊടുക്കാം. അപ്പം നമ്മളിത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനകത്ത് നമുക്ക് 2 സൈഡിലും നമുക്ക് ലാസ്റ്റ് ഒരു 5 മുത്തും കൂടെ കോർത്ത് കൊടുക്കാം. ഇവിടെ 5, അപ്പുറത്തെ സൈഡിലും 5. ഓക്കെ, ഇത്ര നമുക്ക് കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചേർത്ത് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഈ ഒരു 3 മണി നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇങ്ങനെ ഇവിടെ വെച്ച് ഈ 2 മുത്തിൻ്റെയും ഈ സൈഡിൽ വെച്ച് സെൻറ്ററിൽ വെച്ച് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ. ഓക്കെ, ഓക്കെ. അല്ല നമുക്ക് ഈ ചെറിയ പോർഷൻ നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഇനി ഒരു നീലമുത്ത് നമ്മൾ കോർത്ത് കൊടുക്കുകയാണ്. നമ്മളിതായി ഒരു നീലമുത്ത് ഇവിടെ കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 10 ഷുഗർ ബീഡ്സ് കോർത്ത് കൊടുക്കാം. അത് നല്ലൊരു ഗ്യാപ്പ് വേണം കേട്ടോ അവിടെ. അതിനാണ് നമ്മൾ 10 എണ്ണം കോർത്ത് കൊടുക്കുന്നത്. കണ്ടോ. ഇനി നമുക്കൊരു 3 നീലമുത്ത് കുറച്ച് ഗ്യാപ്പിൽ, അതായത് ഒരു മുത്തും പിന്നെ ഒരു 2 ഷുഗർ ബീഡ്സ് വെച്ച് ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ കോർത്ത് കൊടുക്കുന്നുണ്ട്. 1, 2, പിന്നെ നമ്മൾ അടുത്ത ഒരു 3ാമത്തെ ഷുഗർ ബീഡ്സ് കൂടെ കൊടുത്തു കൊടുക്കുന്നുണ്ട്. അത് കണ്ട് നമ്മൾ വീണ്ടും ഇതുപോലെ ഒരു 10 മുത്ത് നമ്മൾ കോർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ട 10 ഷുഗർ ബീഡ്സ് വീണ്ടും കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ഒരു മുത്തും കൂടെ നമ്മൾ കോർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ. അപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്കും ഈ മാല ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തത് നമ്മുടെ യേശുപ്പനെ കൂടെ അങ്ങോട്ട് കോർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ഷുഗർ ബീഡ്സ് ഒരു 10 ഷുഗർ ബീഡ്സും കൂടെ നമുക്ക് അങ്ങോട്ട് കോർത്ത് കൊടുക്കാം. ഓക്കെ, കണ്ടോ. ഇനി നമ്മൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ യേശുപ്പനെ നമ്മൾ കൊരുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഒരു സിൽവർ ബീഡ് ഇട്ടിട്ടുണ്ട്, 3 മണി ഇട്ടിട്ടുണ്ട് സിൽവറിൻ്റെത്. അതുകൊണ്ട് നമ്മൾ യേശുപ്പൻ്റെ ഈ രൂപം എടുത്ത് നമ്മൾ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആദ്യം 3 മണി ഇട്ടിട്ട് പിന്നെ യേശുപ്പനെ ഇട്ടിട്ട് നമ്മളിതാ ഇങ്ങനെ കൊണ്ടുവന്ന് 3 മണി കയറ്റി നമ്മൾ വലിച്ചിട്ടങ്ങ് ഇറക്കും. കണ്ടോ. കണ്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഭയങ്കര ഭംഗിയുള്ള നമുക്ക് എത്രയും നമുക്കൊരു നല്ല സൂപ്പറായിട്ടുള്ള ഒരു ജപമാല ഞാനിവിടെ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ?
അപ്പം നമുക്കിവിടെ ജപമാലയുടെ സെയിലൊക്കെ ഉണ്ട്. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനൊരു പുതിയ വീഡിയോയിൽ കാണാം.